എസ് ഹരിദാസ്, ഇപ്പോൾ ബി ജെ പി ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ബി ജെ പി അവകാശവാദം ഉന്നയിച്ചതും 400 സീറ്റിൽ NDA നേടി NDA അധികാരത്തിൽ വരുമെന്നാണ്. 400-400 അധികവും ഒക്കെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നലെ വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർ, അതായത് ശ്രീ ഹസ്കറും ശ്രീ MN കാരശ്ശേരിയും ഒക്കെ ഈ എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളെ വിശ്വാസത്തിലെടുക്കത്തില്ല. അതിൻ്റെ ശാസ്ത്രീയ യുക്തിയെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം, പ്രധാനമായ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ 27% വോട്ട് ഷെയർ LDFുമായി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ 2.2% വ്യത്യാസം എന്നതും തമിഴ്നാട്ടിൽ BJP ഉണ്ടാക്കുമെന്ന് പറയുന്ന മുന്നേറ്റവും കർണാടകത്തിലെ BJPയുടെ നിലയും അതോടൊപ്പം തന്നെ ബംഗാളിൽ പറഞ്ഞിട്ടുള്ള കണക്കുകളുമൊക്കെ അവിടുത്തെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ഒത്തുചേരുന്നതല്ല എന്ന വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളെ ശാസ്ത്രീയമായി അതിനെ കണക്കാക്കാൻ കഴിയില്ല, അതിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ ഒരു വാദം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ 415 സീറ്റുകൾ വരെ പ്രവചിച്ചിരിക്കുന്ന ഈ ഏജൻസികളുടെ കണക്കുകളെയും കണക്കുകൂട്ടലുകളെയും BJP എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്? അല്ല ഗോപി, ഇപ്പോൾ ഭാസ്കറും കാരശ്ശേരി മാഷും ഒക്കെ പറഞ്ഞ അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ചില ആശങ്കകളുണ്ടല്ലോ. ഒന്ന് എക്സിറ്റ് പോളിന്റെ സുതാര്യതയെക്കുറിച്ചും അതിന്റെ കൃത്യതയെക്കുറിച്ചുമൊക്കെയാണ്. സ്വാഭാവികമാണ്, ഇത് സെഫോളജിസ്റ്റുകൾ നടത്തുന്ന ഒരു പഠനമാണ്. അതിൽ ചില സമയത്ത് കൃത്യതയില്ലായ്മ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കാനുള്ള അവകാശം ഇവർക്കെല്ലാവർക്കും ഉണ്ട് താനും. പക്ഷെ ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു ഗോപി. നരേന്ദ്രമോദി തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ടാർഗറ്റ് 400 അമിത്ഷായും ഞങ്ങളുടെ നേതാക്കന്മാരും അത് ആവർത്തിച്ചു പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങളുമുണ്ട്. ഞാൻ മുമ്പ് പല ചർച്ചകളിലും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഗോപി ഒരു കാര്യം കൂടി ഇന്ന് കണക്കിലെടുക്കണം. ഇവരുടെ അവിശ്വാസവും വിശ്വാസമില്ലായ്മയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നലെയാണ് അരുണാചലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഇതുപോലുള്ള എക്സിറ്റ് പോളും നമ്മൾ കണ്ടത്. ഇന്ന് അരുണാചൽ നിയമസഭയിലേക്കുള്ള വോട്ടെണ്ണൽ തുടങ്ങി തീരാറായിട്ടുണ്ടാവും. ഇപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം താങ്കൾക്ക് കാണാൻ കഴിഞ്ഞോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എക്സിറ്റ് പോൾ വന്നിട്ട് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് അതിന്റെ വാസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് വിലയിരുത്തേണ്ടത്? കോൺഗ്രസ് നാമാവശേഷമായി അരുണാചലിൽ ഇല്ല. അവിടെ ഒരു സീറ്റിലോ മറ്റോ ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയില്ല. ബാക്കി NDA സ്വീപ്പ് ചെയ്ത അരുണാചൽ പ്രദേശ്. അതെന്തിന്റെ സൂചനയാ? അല്ല ശ്രീ KVS, അപ്പോൾ ഞാൻ ചോദിച്ചത് കേരളത്തിലെ സാഹചര്യമോ 2% വോട്ട് വിഹിതത്തിലെ വ്യത്യാസം LDFുമായി അത് താങ്കൾ ശരി. അല്ല ഗോപി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ കേരളം വിട്ടുപോയിട്ടല്ല. ഞാൻ ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസി കുറിച്ചുള്ള ചർച്ചയ്ക്ക് ആദ്യം മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അരുണാചൽ പ്രദേശ് നമ്മൾ അതിന്റെ സാക്ഷ്യപത്രമായിട്ട് എടുക്കണം. അല്ല ഒരു ശരി KVS, ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ചല്ല കേട്ടോ തർക്കം, അതിന്റെ ശാസ്ത്രീയതയെ കുറിച്ചാണ് തർക്കം. അതിന്റെ ആക്യുറസിയെ കുറിച്ചാണ്, നോട്ട് അബൌട്ട് ട്രാൻസ്പെറൻസി. ഈ ട്രാൻസ്പെറൻസിയും അല്ലല്ല ഗോപി അല്ല ഗോപി, ഇവർക്ക് വിശ്വാസമില്ലായ്മ തന്നെയാണ്. നാളെ ഇവര്, ഞാൻ നോക്കിക്കോളൂ ഗോപി, ഓർത്തോളൂ, നാളെ ഇവര് EVMനെതിരായിട്ട് തെരുവിലിറങ്ങും. ഇതിനു മുമ്പത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, മധ്യപ്രദേശിൽ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കമൽനാഥ് മുഖ്യമന്ത്രിയായത് ഓർമ്മയുണ്ടല്ലോ. ഛത്തീസ്ഗഡില് കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ കപിൽ സിബലും കൂട്ടരും കൂടി വന്ന് പത്രമേളം നടത്തി ഡൽഹിയിൽ EVM ശരിയല്ല എന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ ഇവർ പാട്ടും പാടി മുങ്ങിപ്പോയി. അപ്പോ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ ഇവർക്കൊക്കെ EVM പ്രശ്നമല്ല. തോറ്റു കഴിയുമ്പോൾ EVMനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു നാണം കെട്ട രാഷ്ട്രീയമുണ്ടല്ലോ പ്രതിപക്ഷത്തിന്റെ.
അത് ഇത്തവണ ആവർത്തിക്കാൻ പോവുക. അതിന്റെ ചില സൂചനകൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഇവരുടെ തോൽവി നേടുമ്പോൾ ജനങ്ങൾ നിരാകരിക്കുമ്പോൾ സിസ്റ്റത്തെ കുറ്റം പറയുന്ന ഒരു തേർഡ് റേറ്റ് രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു മറ്റൊരു ഭാഗം കൂടിയാണ് അരുണാചലിലെ റിസൾട്ടും. രണ്ടും കൂട്ടി വായിക്കേണ്ടതുണ്ട്. മൂന്ന് നമ്മൾ ഇതിന്റെ മുഴുവൻ റിസൾട്ടിലേക്ക് പോകണം. അത് ഞാൻ അതിലേക്ക് വരാം. കേരളത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ. കേരളത്തിലേക്ക് പോകും മുമ്പ് നാഷണലിൽ എന്തുകൊണ്ടാണ് BJP അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വരാം. 2019 തെരഞ്ഞെടുപ്പില് ഏതാണ്ട് 224 മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് മോർ ദാൻ 50% വോട്ട്സോട് കൂടിയിട്ടാണ്. ഇന്ത്യയിലെ 224 ലോക്സഭാ മണ്ഡലങ്ങൾ BJP ജയിച്ചത് 50%-ലധികം വോട്ടോട് കൂടിയിട്ടാണ്. അതിൽ 5 ലക്ഷത്തിന്റെയും 4 ലക്ഷത്തിന്റെയും 3 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുമുണ്ട്. ആ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാനിത് മുമ്പ് ചർച്ചകളിൽ സൂചിപ്പിച്ചിരുന്നു. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത് പോലെയല്ല. ഞങ്ങൾ ഈ മോഡി ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുള്ള, അവിടെ കക്കൂസ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള, കുടിവെള്ളം കിട്ടിയിട്ടുള്ള, റോഡുകൾ നിർമ്മിച്ചിട്ടുള്ള, അതുപോലെ ധനസഹായം, വ്യവസായം തുടങ്ങാൻ ധനസഹായം കിട്ടിയിട്ടുള്ള ആളുകളെ നേരിൽ കണ്ട് അവരെ അഭിസംബോധന ചെയ്ത് അവരെ BJPക്കൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം നിർത്താനുള്ള ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിലെ ഓരോ പേജിനും ആളുകളെ നിശ്ചയിച്ചിട്ട് അവരെ കൊണ്ട് നമ്മുടെ സമ്മതിദായരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യിച്ചു. അതൊന്നും ചെയ്യാതെ പ്രതിപക്ഷത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ മുൻപ് തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവും കോൺഗ്രസും തമ്മിൽ സഖ്യമായിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ. BSP തോറ്റു തുന്നമ്പാടി. അന്ന് അഖിലേഷ് യാദവ് പറഞ്ഞെന്താ? കോൺഗ്രസിനെ കൂട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റു തുന്നം പാടിയത്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നാണ്. കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തേജസ്വി യാദവ് പറഞ്ഞതും ലാലു പറഞ്ഞതും സെയിം കാര്യമല്ലേ? കോൺഗ്രസിനെ കൂട്ടി ഞങ്ങൾ തെറിച്ചുപോയി, ഞങ്ങൾ നശിച്ചുപോയി. കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു. ഗോപി ഓർത്തോളൂ, ഇന്നലെ എക്സിറ്റ് പോൾ വരുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ നേതൃയോഗം നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ, അവരോട് ചോദിക്കൂ. ആ നേതൃയോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവ്, ഒരു MLA ആഞ്ഞടിച്ചു കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ട്. ഇവിടെ കോൺഗ്രസുകാരും ബൂത്തിലുണ്ടായിരുന്നില്ല, പ്രവർത്തനത്തിലുണ്ടായിരുന്നില്ല. ഒരു ഇടവേള എനിക്ക് പെട്ടെന്ന് എടുക്കണം. ഞാൻ അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.